നമസ്കാരം. ഇന്ന് നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ തന്നെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ കൺമഷി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കടയിൽ നിന്ന് പെട്ടെന്ന് കൺമഷിയൊക്കെ കിട്ടും, പക്ഷേ നമുക്കറിയാം അതിൻ്റെ അകത്ത് കെമിക്കൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യോന്നി അല്ലെങ്കിൽ കഞ്ഞുണ്ണി എന്നെല്ലാം പറയും. അത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതെടുക്കുക, കുറച്ച് കഞ്ഞെണ്ണ എടുക്കുക. ഇനി അത് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മളല്ലെങ്കിൽ കണ്ണിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴുകിയെടുക്കുക. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, നോർമൽ വെള്ള കോട്ടൺ തുണി എടുക്കുക. ചെറിയ കഷ്ണം മതി, ചെറിയ കഷ്ണം കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ഞെണ്ണ ഇത് പോരാ, കുറച്ചധികം എടുക്കണം. നിങ്ങൾക്ക് എത്ര തുണിയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കഞ്ഞെണ്ണ എടുക്കുക. കഞ്ഞെണ്ണയ്ക്ക് പകരം വെറ്റില യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല സാധനങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എടുക്കുന്നത് കഞ്ഞെണ്ണയാണെന്ന് നോക്കാം. അപ്പോൾ കഞ്ഞെണ്ണ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒന്നുകിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മൾ കുറച്ച് സാധനം ഉപയോഗിച്ചിട്ടാണ്, കഞ്ഞെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് മിക്സിയിലിടുമ്പം നീര് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇടിച്ച് പിഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നീരെടുത്തിട്ട് ഈ വെള്ള കോട്ടൺ തുണിയിൽ അലക്കി വൃത്തിയാക്കിയതായിരിക്കണേ. അലക്കി വൃത്തിയാക്കിയ വെള്ള കോട്ടൺ തുണിയിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നീര് ഇടിച്ച് പിഴിയുക. മിക്സിയിലോ അല്ലെങ്കിൽ എന്തിലാണെങ്കിലും ഇടിച്ച് പിഴിഞ്ഞിട്ട് നീര് ഇതിൻ്റെ അകത്ത് കോട്ടൺ തുണിയിൽ മുക്കിയെടുക്കുക. മുക്കിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണക്കിയെടുക്കുക. ഉണക്കിയെടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സ്ഥലത്തൊന്നും വെച്ചിട്ട് ഉണക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തണലത്ത് വെച്ചിട്ട് പതുക്കെ ഉണക്കിയെടുത്താൽ മതി. ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ ഉണക്കിയെടുത്തിട്ടില്ല, കുറച്ച് മുമ്പിട്ട് ഞാൻ യൂസ് ചെയ്തതാണിത്. ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു തുണീൻ്റെ ഭാഗമാണിത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ആ നീര്, ഇതിൻ്റെ നീര്, കഞ്ഞെണ്ണീൻ്റെ നീര് ഈ വെള്ളത്തിനയിൽ മുക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ഇതെന്നിട്ട് വെയിലല്ല അല്ലാണ്ട് തന്നെ നമ്മൾ ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കുക. ഓക്കെ. നമുക്ക് തിരിയിടാൻ ആവശ്യത്തിന് കഷ്ണം തുണി മുറിച്ചെടുക്കുക. ഓക്കെ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ പുകയാണ് ആവശ്യം. ഓക്കെ. ഇതെന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് എടുക്കുക. ഞാൻ കൂടുതൽ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യൽ. ഇനി എണ്ണ ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല, നെയ്യാണ് യൂസ് ചെയ്യുക. നല്ല നെയ്യ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. നെയ്യ് ഉപയോഗിക്കുക. ഞാൻ പതഞ്ജലിയുടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അമൂലിൻ്റെതോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ. പതഞ്ജലിയുടെ നെയ്യ് യൂസ് ചെയ്ത് ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരി കുറച്ച് നെയ്യ് പറ്റിക്കുക. ഓക്കെ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നെയ്യ് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവും. ഓക്കെ. നന്നായിട്ട് തിരി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരി ഇങ്ങനെ ആക്കിയെടുക്കൂലേ, ആക്കിയെടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഈ കഞ്ഞെണ്ണ ഒന്നും ഇല്ലാത്തവർ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വീട്ടിൽ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നിലവിളക്കിൽ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നിലവിളക്കിൽ നെയ്യിട്ടിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഓടില്ലേ, ഓട്. എൻ്റെ അമ്മമ്മയെല്ലാം അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഈ കഞ്ഞുണ്ണൊന്നും അവർ യൂസ് ചെയ്യൂല. നോർമൽ നിലവിളക്കിൻ്റെ മേലെ ഓട് വെച്ചിട്ട്, നമ്മൾ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന ഓടില്ലേ, ആ ഓട് വെച്ചിട്ട് നിലവിളക്കിൻ്റെ മുകളിലായിട്ട് കമഴ്ത്തി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ പുക എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ആ പുക എന്ത് ചെയ്യും, വെയിൽ തൊട്ടിട്ട് ഉപയോഗിച്ചാലും മതി. അങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പം നമുക്ക് കഞ്ഞെണ്ണ കിട്ടുന്നതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പൂവാങ്കുറുന്തില അങ്ങനത്തെ ഓരോ ഇലകളിലില്ലേ, അതൊക്കെ യൂസ് ചെയ്യും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, കത്തിച്ചിട്ട് വരാം.
നമ്മൾ കരി നമ്മളിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 2 തുള്ളി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് മെല്ലെ കൈ വെച്ചിട്ട് മെല്ലെ ചേർത്തെടുക്കുക. അപ്പം കണ്ട കാണാൻ കഴിയും, നല്ല കറുപ്പ് കളറിലെ കൺമഷി കണ്ണിലുണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ണിലിട്ട് നോക്കാം. അപ്പൊ നമുക്കൊന്ന് കണ്ണിലെഴുതി നോക്കാം.